പശ്ചിമബംഗാളിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന് ഇന്നറിയാം. സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും എന്നാണ് സൂചന. ഇന്ന് ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ കേന്ദ്ര നിരീക്ഷകരായ അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇപ്പോഴും സംഘർഷങ്ങൾ കയവില്ല. സുവേന്ദു അധികാരിയുടെ പിഎയുടെ കൊലപാതകത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. നോബിൾ മാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ. നോബിൾ, സുവേന്ദു അധികാരി തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്നത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പശ്ചിമബംഗാളിൽ ഉണ്ടാകുന്ന ഈ സംഘർഷങ്ങൾ ദയവില്ലാതെ തുടരുകയാണ്. നിലവിലെ അവിടുത്തെ സാഹചര്യം എന്താണ്? ഇന്നറിയാം പശ്ചിമബംഗാളിന്റെ മുഖ്യമന്ത്രി ആരാണ് എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം. ഇന്നിപ്പോൾ പാർലമെന്ററി പാർട്ടി യോഗം നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെ നിയമസഭാ കക്ഷി യോഗവും ഉണ്ട്. ഈ യോഗത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്താണെങ്കിലും ഉണ്ടാകും എന്നാണ് വിവരം ഉള്ളത്. ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതോടൊപ്പം തന്നെ ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചി അടക്കമുള്ള ആളുകൾ സംസ്ഥാനത്തേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്ര നിരീക്ഷകരുടെ സാന്നിധ്യത്തിലാണ് ഈ യോഗം എന്താണെങ്കിലും നിശ്ചയിച്ചിരിക്കുന്നത്. നിലവിൽ ഭൂരിഭാഗം MLA-മാരുടെ പിന്തുണ സുവേന്ദു അധികാരിക്കാണ് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് ഭവാനിപൂരിലും അതോടൊപ്പം തന്നെ നന്ദിഗ്രാമിലും സുവേന്ദു മികച്ച വിജയം നേടി. ഭവാനിപൂരിലാണെങ്കിൽ മമതാ ബാനർജിയെ തോൽപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ പശ്ചാത്തലത്തിൽ സുവേന്ദു അധികാരിയുടെ പേര് തന്നെയാണ് സജീവമായി തന്നെ എന്താണെങ്കിലും ഉയർന്നു കേൾക്കുന്നത്. പക്ഷേ മറ്റു ചില പേരുകൾ കൂടി പരിഗണനയിൽ ഉണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. പ്രധാനമായും അഗ്നിമിത്ര പോളതോടൊപ്പം തന്നെ സമീപ് ഭട്ടാചാര്യ അടക്കമുള്ള ചില പേരുകൾ കൂടി പരിഗണനയിൽ ഉണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ എപ്പോഴും മുൻഗണന എന്താണെങ്കിലും സുവേന്ദു അധികാരിക്കാണ് എന്ന നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. നേതൃത്വവുമായി ബന്ധപ്പെട്ട ആളുകൾ അങ്ങനെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വലിയ തരത്തിൽ സംഘർഷങ്ങൾ സംസ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നു എന്നാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. സുവേന്ദു അധികാരിയുടെ പിഎയുടെ മരണം അടക്കമുള്ള കൊലപാതകം അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതുവരെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ പലയിടത്തും BJP TMC അക്രമങ്ങൾ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്നത് സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെ വലിയ തരത്തിൽ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെയാണെങ്കിൽ രത്ന നേബ്ദാദ് അവർ പാനിഹട്ടിയിലെ MLA ആണ്. അവരുടെ വീടിന് സമീപം ബോംബേറുണ്ടാവുകയും 5 BJP പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ സംഘർഷം സംസ്ഥാനത്ത് തുടരുന്നുണ്ട്. വലിയ രീതിയിൽ കേന്ദ്രസേനയെ അടക്കം വിന്യസിച്ചുകൊണ്ട് ഈ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ പോലും നേതാക്കൾക്ക് പിന്നെ പുറമെ പാർട്ടിയുടെ പ്രവർത്തകർ വലിയ തരത്തിൽ സംഘർഷങ്ങളിലേക്ക് പോകുന്നത് പറഞ്ഞ ബോംബേർ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നു എന്നാണ് വിവരമുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇന്നലെയാണെങ്കിൽ മമതാ ബാനർജി മന്ത്രിസഭയെ ഗവർണർ പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ മമത തയ്യാറാകാത്ത പശ്ചാത്തലത്തിലാണ് അത്തരത്തിലൊരു നടപടി ഗവർണറുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്ത് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും ഈ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്തുകൊണ്ട് BJPയുടെ വിജയം ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിലടക്കം പോകും എന്ന വിവരവും പുറത്തേക്ക് വരുന്നുണ്ട്. എന്താണെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെ ഒരു കൂട്ടായ തീരുമാനം നീക്കമൊക്കെ ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നാണ് വിവരമുള്ളത്. പ്രത്യേകിച്ച് BJP അവിടെ വോട്ട് ചോരി നടത്തിയെന്ന് രാഹുൽ ഗാന്ധി അടക്കം ആരോപണം ഉന്നയിച്ച സാഹചര്യമുണ്ട്. അവിടെ മമതാ ബാനർജിക്ക് എതിരെയായിരുന്നു കോൺഗ്രസ് എങ്കിൽ പോലും തെരഞ്ഞെടുപ്പിന് ശേഷം മമതാ ബാനർജിയെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നാണെങ്കിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം അവിടെ BJPയുടെ ഭാഗത്ത് വോട്ടുകളും നടന്നു എന്ന് രാഹുൽ ഗാന്ധി അടക്കം ആരോപിക്കുന്നു. അത്തരത്തിൽ സാഹചര്യമുണ്ട്. അതാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJP ചരിത്രത്തിൽ ആദ്യമായി അവിടെ പശ്ചിമബംഗാളിൽ അധികാരത്തിൽ എത്തിയിരിക്കുകയാണ്. ആ തരത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ആദ്യ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ആകുമോ എന്ന ആകാംക്ഷ തന്നെയാണ് എല്ലാവർക്കും. നോബിൾ മാരിക്കാരൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ബംഗാളിന്റെ മുഖ്യമന്ത്രി കസേരയിൽ കൂടി BJP ഇരിക്കാൻ പോകുന്നു സുവേന്ദു അധികാരി തന്നെയായിരിക്കും. വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ സുവേന്ദു അധികാരി തന്നെയായിരിക്കും ബംഗാളിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. നോബിൾ മാരിക്കാരൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.